ആലുവ ക്ലബ്ബ് ആശയക്കുഴപ്പത്തിലോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കേരളത്തെ ഉത്കണ്ഠയിൽ നിർത്തിയിരുന്ന ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഇപ്പോൾ നാടകീയതകളൊന്നുമില്ല. ഈ കേസിൻ്റെ പരിസമാപ്തി ഏത് രൂപത്തിലാകും എന്ന് മറ്റൊരു വിധത്തിൽ കേരളം ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സിനിമയിലെ പ്രമുഖരിലേക്ക് അന്വേഷണം പോവുക, അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുക, അവരെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ഒന്നും ഉണ്ടാകില്ല എന്ന് കരുതാമോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഈ അന്വേഷണം ഞാൻ ആദ്യ ചർച്ചയിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. പൾസർ സുനിയിൽ ആരംഭിച്ച് ഇതിൻ്റെ അന്വേഷണം പൾസർ സുനിയിൽ അവസാനിപ്പിക്കും. കാരണം ഈ കേസിൽ ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. ഇതിനകത്ത് ഗൂഢാലോചനയില്ല, ഇതിനകത്തൊരു കൊട്ടേഷനില്ല. ഇത് പൾസർ സുനിയുടെ ഭാവനയിൽ ഉദിച്ചു വന്നൊരു ആശയം മാത്രമാണ് അദ്ദേഹം നടപ്പിലാക്കിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത് കോൺസ്പിറസിയിലേക്കാണ്, കൊട്ടേഷനിലേക്കാണ്. അപ്പോൾ കേരളത്തിലെ ഈ പോലീസ് ഫർദർ ഇൻവെസ്റ്റിഗേഷനിലൂടെ ഇതിനൊരു കൊട്ടേഷൻ ഉണ്ടെന്ന് സ്ഥാപിച്ചാൽ, ഇതിനൊരു കോൺസ്പിറസി ഉണ്ടെന്ന് സ്ഥാപിച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞ പച്ചക്കള്ളമാണെന്ന് വരും, മുഖ്യമന്ത്രി കള്ളനാന്ന് വരും. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരിയെന്ന് സ്ഥാപിക്കാനുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി അന്ന് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പ്രതികരിക്കുകയായിരുന്നു എന്ന്. വേണു, ഈ മുഖ്യമന്ത്രി ചാർജ് ഏറ്റെടുത്തിട്ട് 1 വർഷക്കാലമായി ഈ മുഖ്യമന്ത്രി പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അടിയുറച്ചു നിൽക്കുകയോ അത് പറയുകയോ പ്രാവർത്തികമാക്കുകയോ ചെയ്തില്ല. അങ്ങ് പറയുകയുണ്ടായി മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് മറ്റൊരു കണ്ടെത്തലിലേക്ക് പോലീസിന് എത്താൻ കഴിയില്ല എന്ന്. അത്തരമൊരു സാധ്യത നമ്മൾ സംശയിക്കേണ്ടതില്ല എന്നതാണ് കോടിയേരിയുടെ പ്രതികരണം. ഇവിടെ നമുക്കൊരു കാര്യം വളരെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാം. ഈ കോൺസ്പിറസി എന്ന് പറയുന്നതിൻ്റെ മലയാള വാക്ക് ഗൂഢാലോചന എന്നാണ്. അപ്പോൾ ഗൂഢമായ ആലോചനയ്ക്ക് എവിടെയാണ് ഡയറക്റ്റ് എവിഡൻസ് കിട്ടുന്നത്? ഒരിക്കലും ഡയറക്റ്റ് എവിഡൻസ് കിട്ടത്തില്ലെന്ന് മാത്രമല്ല, ഒരിക്കലും ഗൂഢാലോചനയ്ക്ക് കേസ് ചാർജ് ചെയ്യാൻ 120B ചാർജ് ചെയ്യാൻ ഒരിക്കലും ഡയറക്റ്റ് എവിഡൻസ് ആവശ്യമില്ല. ഇപ്പോൾ കോൺസ്പിറസി ചാർജ് ചെയ്യാൻ ആവശ്യമായ സകല തെളിവുകളും എവിഡൻസ് ആക്ടിലെ 8, 9, 10 അനുസരിച്ച് സകല തെളിവുകളും പോലീസിന് കിട്ടിക്കഴിഞ്ഞു. പിന്നെയും പോലീസ് ഈ കേസിട്ട് വലിച്ചു നീട്ടുന്നത് എന്താ? ഞങ്ങൾ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ വലിയ പ്രബലന്മാരെ വരെ ഈ ആരോപണത്തിൻ്റെ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരാൻ അവരെ എല്ലാം ചോദ്യം ചെയ്തു. എന്നിട്ട് പോലും ഈ പറയപ്പെടുന്ന കോൺസ്പിറസി തെളിയിക്കപ്പെടാൻ കഴിയാത്തത് ഇതിനകത്ത് കോൺസ്പിറസി ഇല്ല എന്ന് സ്ഥാപിക്കാനാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പമ്പര വിഡ്ഢികളാക്കുന്നു ഈ ഗവൺമെൻറ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ കേസ് CBIക്ക് പോകണം. കേരള ഗവൺമെൻറ് വിട്ടാൽ കേരള ഗവൺമെൻറ്റെയും പോലീസിൻ്റെയും പ്രതിച്ഛായ അവശേഷിക്കുന്ന നിലയ്ക്കും. വിട്ടില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും. എന്താ തർക്കം? ഈ കേസ് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തത് സ്വീകരിച്ചില്ലെങ്കിൽ ഡയറക്റ്റായി ഒരു പൊതു താൽപര്യ ഹർജി കൊടുത്ത് ഈ കേസ് CBIക്ക് വിട്ട് പ്രതികളെ മുഴുവൻ കൈവിലങ്ങ് അണിയിപ്പിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഞങ്ങൾ ഉണ്ടാക്കും. കാരണം ഇനി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പെൺകുട്ടിയും ഇതുപോലെ ആക്രമിക്കപ്പെടാൻ പാടില്ല. ശ്രീ ജോർജ് ജോസഫ്, അങ്ങ് റിട്ടയർഡ് SP ആണല്ലോ. ഇവിടെ ശ്രീ ഉണ്ണിത്താൻ പറയുകയായിരുന്നു, തെളിവ് നിയമത്തിന്റെ 8, 9, 10 പ്രകാരം ആരെ പിടിക്കണം എന്നതിന്റെ എല്ലാ തെളിവുകളും പോലീസിന്റെ കൈവശമുണ്ട് എന്ന്. അങ്ങനെ ഉണ്ടോ? ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഇത് എന്താണ് ഈ 8, 9, 10? അത് ഇതിനകത്ത് ഈ 120B ഗൂഢാലോചന എന്ന് പറയുന്നതാണ് 120B. അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുള്ളതാണ്. അതാണ് ഗൂഢാലോചനയ്ക്ക് ഒരിക്കലും ഡയറക്റ്റായിട്ടൊരു എവിഡൻസ് ലഭിക്കില്ല. ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധിയുടെ കേസുണ്ട്, രാജീവ് ഗാന്ധി കേസ്, എല്ലാ കേസിനകത്തും ഇൻഡയറക്റ്റ് എവിഡൻസേ ഉള്ളൂ. ഒരു കേസിൻ്റെ ട്രയലിന് അല്ലെങ്കിൽ ഒരു കേസ് ചാർജ് കൊടുക്കുമ്പം ആ ഗൂഢാലോചനയ്ക്ക് പോകുന്നത് ചെറിയൊരു മാറ്റർ മാത്രമേ അങ്ങോട്ട് നീങ്ങൂ. ആ ട്രയൽ നടത്തുന്ന കോടതിയുടെ മനസ്സിൽ കൂടെ ഈ ഗൂഢാലോചനയ്ക്ക് ചെറിയ ലീഡ് മാത്രമേ വരുള്ളൂ. അതുമതി പ്രതികളെ ശിക്ഷിക്കാൻ. ഈ കേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞ പോലെ സെക്ഷൻ 8 മോട്ടീവാണ്. ഇതിനകത്ത് എന്താണ് സിനിമാ താരങ്ങളിൽ അല്ലെ സിനിമാ ലോകത്തുള്ള ആർക്കാണ് ഈ ഒരു മോട്ടീവ് ഉള്ളത്? അത് മമ്മൂട്ടി ഉണ്ടോ, അല്ലെ മോഹൻലാലിനുണ്ടോ? അപ്പോൾ മോട്ടീവ് ആർക്കാണ്? ഈ വിക്ടിമായ നടിയെ പീഡിപ്പിക്കാനുള്ള ഒരു മോട്ടീവ് ആർക്കാണ് സിനിമാ ലോകത്തുള്ളത്? അത് കൃത്യമായിട്ട് ആ മോട്ടീവിലേക്ക് ആ നടിയും വരും, മഞ്ജു വാര്യരും വരും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവർക്കറിയാം എന്തുകൊണ്ടാണ്. കാരണം ആ കുട്ടി, ഈ വിക്ടീം മഞ്ജു വാര്യരുടെ
ദിലീപുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഡൈവേഴ്സിലേക്ക് വരാൻ കാരണം ഈ കുട്ടിയാണെന്നാണ് സംസാരം. അത് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് മോട്ടീവ് അതാണ്. പക്ഷേ ഈ വിക്ടിമിൻ്റെ മൊഴി എടുത്തിട്ടുണ്ട് വിശദമായി. അതിനുശേഷം മഞ്ജു വാര്യരുമായി ഫോണിൽ കൃത്യമായി അന്വേഷണ സംഘം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അല്ല, എൻ്റെ വേറെ കാര്യമുണ്ട്. എന്നറിയോ, ആ കുട്ടിയെ ഉപദ്രവിച്ചത് പൾസർ സുനിയെ മാത്രമേ ആ കുട്ടി കണ്ടിട്ടുള്ളൂ. ആർക്കാണ് ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ ഇന്ന് കേരളത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ ഇല്ല, അത് പോലീസ് ചോദിച്ചു വരുത്തണം. നിങ്ങൾ ചോദിച്ചു വരുത്താൻ മൊഴിയെടുക്കുക. മൊഴിയെടുത്താൽ വോളണ്ടറി അല്ല, അതിനാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത്. അത് ചെയ്തിട്ടുണ്ടാകണം. അപ്പൊ മോട്ടീവിന് തർക്കമില്ല. പിന്നെ മോട്ടീവിന് തർക്കമുണ്ട് ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം മോട്ടീവിന് ഒരു തർക്കമില്ല. ക്ലിയറായി. അടുത്തത് സെക്ഷൻ 9 എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കൃത്യം ചെയ്ത് കഴിഞ്ഞാൽ ആ കൃത്യം ഞാൻ ഇപ്പം ഒരു കൊലപാതകം ഞാൻ ചെയ്തെങ്കിൽ ഞാൻ പോലീസിനെ പിടിച്ച് ഒളിച്ചിരിക്കാൻ എനിക്ക് ഏറ്റവും അടുത്ത ചിലപ്പം വേണു ആണ് അടുപ്പമെങ്കിൽ വേണുവിൻ്റെ വീട്ടിലോട്ട് വരും. അല്ലെങ്കിൽ ആ കൊലപാതകത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു മാലയോ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വേണുവിൻ്റെ അവിടെ വെച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അപ്പം സെക്ഷൻ 9 തെളിവ് നിയമത്തിനകത്ത് കൃത്യം പറഞ്ഞിട്ടുണ്ട്, ഈ സംഭവത്തിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതി എവിടെ പോകുന്നു? കാക്കനാട്ട് പോയി. അത് ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സെക്ഷൻ 9. ഇനി സെക്ഷൻ 10 അതിനകത്ത് ആ സെക്ഷൻ 10 വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ്. അതിനകത്ത് നമ്മൾ 5 പേര് കൂടി ഒരു കൊട്ടേഷൻ നടപ്പാക്കിയെങ്കിൽ പിന്നീട് അതിന് ശേഷം അല്ലെങ്കിൽ ഒരു കൃത്യം ചെയ്ത ശേഷം ആ 5 പേരിൽ ഒരാൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നതും പ്രവർത്തിക്കുന്നതും എഴുതുന്നതും മറ്റേ ആ കോൺസ്പിറസിയിലുള്ള അല്ലെങ്കിൽ ആ കൊട്ടേഷനിലുള്ള ആര് തന്നു അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത്രയും മതി. ഇതിൽ കൂടുതലൊരു തെളിവ് കേരള പോലീസിന് എടുക്കാൻ പോകുന്നില്ല. തെളിവ് ശേഖരിക്കാൻ ഡയറക്റ്റ് എവിഡൻസ് നടന്നാൽ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അന്വേഷണം തീർന്നു. ശരി. അഡ്വക്കേറ്റ് അജയകുമാർ, ഇങ്ങനെ ഒരു നിയമോപദേശം താങ്കളാണെങ്കിൽ നൽകുമോ പോലീസിന്? ഈ തെളിവ് നിയമപ്രകാരം 8, 9, 10 ഇത് നമുക്ക് ശക്തമായി വാദിക്കാൻ കഴിയുന്ന സാഹചര്യ തെളിവ് തന്നെയാണ്. അതിന് ഇതുവരെ ലഭിച്ചിരിക്കുന്ന ശാസ്ത്രീയ അന്വേഷണ രേഖകളുടെ പിൻബലം മതി എന്ന് പറയുമോ താങ്കൾ? 8, 9, 10 എന്നീ വകുപ്പുകൾ കൂടാതെ ഇതിൽ സെക്ഷൻ 6 6-ാം വകുപ്പ് ഇന്ത്യൻ തെളിവ് നിയമത്തിലെ 6-ാം വകുപ്പും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നു. 6-ാം വകുപ്പ് പറയുന്നത് ഒരു കുറ്റകൃത്യം നടക്കുമ്പോഴോ നടന്നതിന് ഇമ്മീഡിയറ്റായിട്ട് മുമ്പോ പിമ്പോ ആ കുറ്റവാളിയോ വിക്റ്റിമോ നടത്തുന്ന റിയാക്ഷൻസ്, അതിനോടനുബന്ധിച്ച് മറ്റുള്ളവർ നടത്തുന്ന റിയാക്ഷൻസ് എന്നിവയെല്ലാം തെളിവ് നിയമപ്രകാരം കോടതിയിൽ സാധുതയുള്ളതാക്കി മാറ്റുന്നു. ഈ 6-ാം വകുപ്പ് പ്രകാരം ഈ ആക്രമണം നടന്നതിന് ശേഷം ഈ മാർട്ടിനുമായി ഓടിച്ച കാറിൽ തന്നെ ഈ കുട്ടി സംവിധായകൻ ലാലിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ആളുകൾ വരുന്നു, അവരോട് ഈ വിവരം പറയുന്നു, അവരോട് ഇങ്ങനെ സംഭവം നടന്നതായി പറയുന്നു. അതെല്ലാം തന്നെ 6-ാം വകുപ്പ് അനുസരിച്ച് റെസ്റ്റ് ജസ്റ്റ് എവിഡൻസിൽ അഡ്മിസിബിളാണ്. അത് മറ്റു രണ്ടുപേരും പറഞ്ഞതുപോലെ 8, 9, 10 എന്ന് പറയുന്നത് കുറ്റകരമായ സാധാരണ ഗൂഢാലോചന 120B ആകില്ല. കുറ്റകരമായ ഗൂഢാലോചന വരണം. അതായത് കുറ്റകരമായ ഗൂഢാലോചന എന്ന് പറയുന്നത് ഒരു അൺലാഫുൾ ആക്ട് ചെയ്യുന്നതിന് ഒന്നിൽ കൂടുതൽ ആളുകൾ, അതായത് 2-ൽ കൂടുതൽ ആളുകൾ ഒത്തുചേർന്ന് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്നതോ ഇല്ലെങ്കിൽ ലാഫുള്ളായിട്ടുള്ള ഒരു ആക്ട് അൺലാഫുള്ളായ വേയിലൂടെ ചെയ്യുന്നതിനായി ഗൂഢാലോചന നടത്തുകയോ ചെയ്യുന്നതിനാണ് ക്രിമിനൽ കോൺസ്പിറസി 120B എന്ന് പറയുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ. ഈ 120B എന്ന് പറഞ്ഞാൽ ഉള്ളറകളുടെ ഉള്ളറകളിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ തെളിവ് നിയമം ഡ്രാഫ്റ്റ് ചെയ്ത മഹാന്മാരായ ആളുകൾ, നിയമപണ്ഡിതർ സെക്ഷൻ 10 എന്ന് പറയുന്ന ഒരു വകുപ്പ് ഇന്ത്യൻ തെളിവ് നിയമത്തിൽ എഴുതി ചേർത്തു. അത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഗൂഢാലോചനയിൽ പങ്കുള്ള ഒരു വ്യക്തി ഒരു കാര്യം ചെയ്തതായി പ്രൂവ് ചെയ്താൽ അത് മറ്റുള്ള പ്രതികൾക്കും തുല്യമായി പങ്കിടേണ്ടി വരും. അപ്പോൾ ഒരു ഗൂഢാലോചനയിൽ 5 പേര് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിൻ്റെ പ്രിപ്പറേഷൻസ്, അതിന് ശേഷം സബ്സിക്വൻറ്റ് കോണ്ടക്റ്റ്, പ്രീവിയസ് കോണ്ടക്റ്റ്
ഇതെല്ലാം പ്രൂവ് ചെയ്താൽ ആ ഗൂഢാലോചനയിലെ കണ്ണികൾക്കെല്ലാം ഒരേപോലെ ഈ തെളിവുകൾ കുരുങ്ങുന്ന തെളിവുകളായി മാറും. അതാണ് നിയമം. ഞാൻ ലളിതമായി ഒരു കാര്യം ചോദിക്കുന്നു. അങ്ങനെയെങ്കിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അടുത്തതായി പ്രതി ചേർക്കപ്പെടേണ്ടത് ആരൊക്കെയാണ്? ആരൊക്കെയാണ് പ്രതി ചേർക്കപ്പെടേണ്ടതെന്ന് നമ്മൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പോ ചോദ്യം ചെയ്യപ്പെട്ട വ്യക്തികൾ അവരിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന 8, 9, 10 തെളിവ് നിയമത്തിന്റെ പിൻബലം ഇത് വെച്ചുകൊണ്ട് അവർ പ്രതികളാകുമോ ഇല്ലയോ? ഒരു മിനിറ്റ് എനിക്ക് അതിന് വിശദീകരിക്കാനായിട്ട് അവസരം തരണം. ഇപ്പോൾ ഈ കേസിൽ 3 ഗൂഢാലോചനകൾ തെളിഞ്ഞ് പുറത്തു വന്നിരിക്കുന്നു. ഒരു ഗൂഢാലോചന പൾസർ സുനിയും അയാളുടെ കൂട്ടാളികളായി ഇപ്പോൾ ജയിലിലുള്ള ആളുകളുമായി അവരൊത്തുചേർന്ന് ഈ നടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗം. രണ്ടാം ഗൂഢാലോചന, ആ ഗൂഢാലോചനയിൽ മറ്റാർക്കെങ്കിലും വേണ്ടി ഇതൊരു കൊട്ടേഷനായി ഏറ്റെടുത്തതുകൊണ്ട് മറ്റുള്ള ആളുകൾ ഇവരുമായി ചേർന്ന് ഈ കുറ്റകൃത്യം നടത്താനായി ഗൂഢാലോചന നടത്തിയോ? മൂന്നാമത്തെ ഗൂഢാലോചന, ഈ നടനെ ഏതെങ്കിലും രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുന്നതിന് വേണ്ടി ഇതിലെ ഒന്നാം ഗൂഢാലോചന ഉൾപ്പെട്ട പ്രതികൾ ഈ നടനും മറ്റാൾക്കും എതിരായി ഗൂഢാലോചന നടത്തിയോ? ഇങ്ങനെ 3 ഗൂഢാലോചന ഈ 3 തലവും പോലീസ് അന്വേഷിച്ചു. ഈ 3 തലവും പോലീസ് അന്വേഷിച്ചു എന്ന് മാത്രമല്ല, താങ്കൾ പറയാതിരിക്കുന്ന ഒരു തലം കൂടി അന്വേഷിച്ചു. ഒരാൾക്ക് മാത്രമാണോ വിരോധം, അതോ ഒന്നിലധികം പേർ ഇതുപോലെ തന്നെ ഈ നടിയോട് വിരോധമുള്ളവരായിരുന്നോ? അതുകൊണ്ട് പങ്കാളിത്തത്തോടെയുള്ള കൊട്ടേഷനാണോ നടന്നത്? ഇതെല്ലാം പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചു. ഇപ്പോഴും തെളിവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, മൊഴിയെടുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിയായ ദിശയിൽ തന്നെയാണ് ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോ നാടകീയമായി പെട്ടെന്ന് 2 പേരെ വിളിക്കുന്നു, 13 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു, പിന്നീട് വിട്ടയക്കുന്നു, ഇത് പൂർത്തിയായിട്ടില്ല എന്ന സൂചന നൽകുന്നു, ഏതു വലിയ മീനായാലും വലയിൽപ്പെടുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു? അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും നാം കരുതുന്ന ഒരു പരിണതി ഉണ്ടല്ലോ, അതുണ്ടാകാതെ ഇരിക്കുന്നത് നമ്മുടെ ആരുടെയെങ്കിലും വ്യക്തിപരമായൊരു നൈരാശ്യമാണോ, അതോ ഈ കാര്യത്തിൽ തെളിവുകളെ കൃത്യമായി കണ്ണി ചേർക്കാൻ കഴിയാതിരിക്കുന്ന ഒരനിശ്ചിതത്വമുണ്ട് എന്ന യാഥാർത്ഥ്യമോ? ഈ കേസിൽ ചില പതർച്ചകൾ കാണുന്നുണ്ട്. കാരണം ഈ കേസിൽ സ്വാഭാവികമായി ഒരു അന്വേഷണ ഏജൻസി ഇത്രയും ദിവസം കോർഡിനേറ്റ് ചെയ്ത് നടത്തിയ ഒരു സംഘത്തിൻ്റെ അന്വേഷണത്തിൽ ഇതിനു മുമ്പ് തന്നെ ഒരു തീരുമാനത്തിൽ എത്താവുന്ന തെളിവുകളുടെ അംശങ്ങൾ കിട്ടിയതായി നമുക്ക് സൂചനയുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. സാധാരണ ജയിലിനകത്തേക്ക് കടത്തി ഒരു ഫോൺ അല്ലല്ല, ഇപ്പോൾ തന്നെ നടപടിയിലേക്ക് പോകാൻ കഴിയുമെന്ന് താങ്കൾക്ക് തോന്നിക്കുന്ന ഒരംശം പറയാമോ? ഞാൻ എൻ്റെ സംശയം ഞാൻ പറയാം. ജയിലിനകത്തേക്ക് അന്യനായ ഒരാളുടെ സിം കടത്തി, അന്യനായ ഒരാളിൻ്റെ ഫോൺ കടത്തി, പൾസർ സുനി 2 പേരെ വിളിച്ചതായി ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഏതായാലും നമ്മളുടെ എല്ലാ മൊബൈൽ ഫോണിൽ നിങ്ങൾക്കറിയാം, വളരെ ഉറ്റവരുടെ പോലും ഫോൺ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പറയാൻ ചിലപ്പോൾ കഴിയില്ല. സിമ്മിൽ നോക്കി ഇല്ലെങ്കിൽ എക്യുപ്മെൻറ്റിൽ നമ്മൾ ഫീഡ് ചെയ്തിരിക്കുന്ന നമ്പറുകൾ തെളിച്ചെടുത്താണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ പൾസർ സുനിക്ക് ഈ സിമ്മിലോ ഈ ഫോണിലോ റെക്കോർഡ് ചെയ്തിട്ടില്ലാത്ത നമ്പർ ജയിലിനകത്ത് നിന്ന് വളരെ സുഗമമായി ഓർമ്മയോടുകൂടി വിളിക്കാൻ സാധിച്ചു എന്ന് പറയുന്ന സാഹചര്യം നിങ്ങൾ നോക്കുക. അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് ഈ പറയുന്ന വ്യക്തികളുടെ ഫോൺ നമ്പർ വളരെ ഹൃദയസ്ഥമായിരിക്കണം. അങ്ങനെ ഹൃദയസ്ഥമായ ഒരു നമ്പർ സാധാരണ 2 രീതിയിലേ വരൂ. ഒന്ന്, അയാൾക്ക് മറ്റാരെങ്കിലും എത്തിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അയാൾക്ക് സ്വയം അത് ഹൃദയസ്ഥമായിരിക്കണം. ഈ 2 പോസിബിലിറ്റീസും കൃത്യമായി അന്വേഷിച്ചാൽ, അതിൻ്റെ കോർഡിനേഷൻ നടത്തിയാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് നിമിഷങ്ങൾ കൊണ്ട് ഒരു തീരുമാനത്തിലെത്താം. ഇനി അങ്ങനെ ഫോൺ എത്തിച്ചത്
പറഞ്ഞോളൂ സാർ. ഞാൻ വേഗം ഒരു ഇടവേളയ്ക്ക് പോയതിനു ശേഷം തിരികെ എത്താം. എന്ത്